എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു കല്യാണ മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. എൻ്റെ അനിയൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് പൊടിയാൻറ്റി ഒരു മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മീൻകറിയായിരുന്നു. അപ്പോൾ ആ റെസിപ്പി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് നമ്മളത് ഷെയർ ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ചൂരമീനാണ്. 3/4 കിലോ ചൂരമീനാണ്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് 3/4 കിലോ ഇത് വന്നിട്ടുള്ളത്. ഇതിലേക്ക് ഒരു മീഡിയം പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കുടം വെളുത്തുള്ളി നിങ്ങളുടെ അല്ലികളുടെ വലുപ്പം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. അതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആദ്യം തന്നെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഇത് ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്. മിക്സിയിലിട്ട് അരയ്ക്കുന്നതിനെക്കാട്ടിൽ നല്ല ഇതുപോലെ കല്ലിലോ ഒന്ന് ചതച്ചെടുക്കുന്നതാണ്. പിന്നെ വേണ്ടത് കുടംപുളിയാണ്. 3 കഷ്ണം കുടംപുളി ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ നേരം കുതിർത്ത് എടുത്തിരിക്കുന്നതാണ്. അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം. നമ്മളിവിടെ 3/4 കിലോ മീനിന് 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഒരുപാട് എരിവ് കാണില്ല, നല്ലൊരു കളർ കിട്ടും. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പകുതി നല്ല എരിവുള്ള മുളക് പൊടിയും പകുതി കാശ്മീരി മുളക് പൊടി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടിലും ചെറിയ അളവിൽ ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിത് കുഴയ്ക്കാൻ പോകുന്നത് പുളിവെള്ളത്തിലാണ്. ചെറിയ ചൂടുള്ള പുളി കുതിർത്ത വെള്ളത്തിലാണ്. നിങ്ങൾക്ക് ഒരുപാട് പുളി വേണ്ടാന്നുണ്ടെങ്കിൽ പുളിവെള്ളം മാറ്റിയിട്ട് വെള്ളത്തിലും ഇത് കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ മല്ലിപ്പൊടി ചേർക്കില്ല. ഇനി ഒരു പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഉലുവാപ്പൊടി നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒരു 10 ഉലുവ കൂടി ചേർക്കാം. നമ്മളിവിടെ ഉലുവാപ്പൊടി കൂടാതെ ഒരു 10 ഉലുവ കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. തീ കുറച്ചിട്ട് വേണം നമ്മളിതൊക്കെ ചേർക്കാനായിട്ട്. ഇത് കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറിപ്പോവും. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില. ഈ മീൻകറിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കൂടുതൽ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ 3-4 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നന്നായിട്ട് വഴറ്റി തന്നെ ഇതിലേക്ക് ചേർക്കുക. ഈ മീൻകറി ഒരാഴ്ച വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കുന്നൊരു മീൻകറിയാണ്. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയുടെ കൂട്ട് ചേർക്കാം. ഈ മീൻകറിയിൽ നമ്മൾ മല്ലിപ്പൊടി ചേർക്കില്ല. മല്ലിപ്പൊടി ചേർക്കാത്തത് കൊണ്ട് തന്നെ ഈ മീൻകറി ഒരാഴ്ച വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കും. എന്നും രാവിലെ ഒന്ന് തിളപ്പിച്ച് വെച്ചാൽ മതി. ഇരിക്കുന്തോറും ടേസ്റ്റ് കൂടുന്നൊരു സൂപ്പർ മീൻകറിയാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞ് ഉടനെ തന്നെയും മീൻ കഷ്ണങ്ങളിലേക്ക് ഉപ്പും പൊളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുള്ളൊരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മീൻകറി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറാനായിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എണ്ണ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. എണ്ണ കൂടുതലൊക്കെ ചേർക്കുമ്പോഴാണ് മീൻകറി ഒന്നുകൂടെ കൂടുതൽ സമയം നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റുന്നത്. ഫ്രിഡ്ജിലൊന്നും ഈ മീൻകറി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ചില്ലി പേസ്റ്റ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണം ഇപ്പോൾ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചില്ലി പേസ്റ്റ് ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴമ്പ് പരുവത്തിലാക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പച്ചവെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറും. ഇപ്പോൾ ഇതുപോലെ ഒരു കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. ബാക്കി വെള്ളം നമുക്ക് മീനൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഒഴിക്കാം. ഇനി നമ്മൾ മീൻ ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഒന്ന് നിരത്തി കൊടുക്കുക. പാത്രം എന്ന് പറയുന്നത് മൺചട്ടിയോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രമോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നോൺ സ്റ്റിക്കും അതുപോലെ തന്നെ അലുമിനിയം പാത്രവും എപ്പോഴും നമ്മൾ മീൻ ഉണ്ടാക്കുമ്പോൾ എടുക്കാനായിട്ട് പാടില്ല. ആദ്യം കറിവേപ്പില നിരത്തി കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് മീനിൻ്റെ കഷ്ണങ്ങളൊന്ന് നിരത്തി കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി ഒന്ന് കീറിയിട്ട് നിരത്തി കൊടുക്കാം. പകുതി പുളി ചേർക്കാം. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചില്ലി പേസ്റ്റിൻ്റെ പകുതി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇതിലേക്ക് കറിവേപ്പില. ഇതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില എടുക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ എല്ലാ മീനും പുളിയും കറിവേപ്പിലയും എല്ലാം ഇതുപോലെ ലെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ചില്ലി പേസ്റ്റും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ നിരത്തിയതിന് ശേഷം ബാക്കിയുള്ള അരപ്പും കൂടെ ഇതിന് മുകളിലായിട്ട് ഒഴിക്കാം. ഇനി വേണം നമുക്ക് വെള്ളം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഈ മീനും ഇതെല്ലാം കൂടി ഇട്ട് അങ്ങ് ഇളക്കരുത്, ഒന്ന് ചുറ്റിച്ചെടുക്കുകയേ ചെയ്യാവുള്ളൂ. അപ്പോഴാണ് ആ കറിവേപ്പില അടിയിൽ ഇങ്ങനെ ലെയർ ചെയ്യുമ്പം ആ മണമൊക്കെ മുകളിലേക്ക് വരുള്ളൂ.
അപ്പോൾ ആ പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഇതിന് മുകളിലായിട്ട് ഒഴിക്കാം. അപ്പോൾ ഈ മീൻ കറിയുടെ കൺസിസ്റ്റൻസി, അതായത് ഇതിൻ്റെ എത്രത്തോളം ചാറ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ നിങ്ങൾ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ടാണെങ്കിൽ കുറച്ച് ചാറ് വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ചിട്ട് വെക്കുക. ഇനി നിങ്ങൾക്ക് വറ്റിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ചാറ് കുറച്ചിട്ടും വെച്ചാൽ മതി. അപ്പോൾ നമ്മളിവിടെ അത്യാവശ്യം ഒരു ചാറൊക്കെ ഉള്ള രീതിയിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അതുപോലെ ഇത് ഇരിക്കുന്നതോറും ഒന്നുകൂടെ നന്നായിട്ട് കുറുകി വരുന്നൊരു മീൻ കറിയും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്. അതാണ് കായം. 1/4 ടീസ്പൂൺ കായം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. കായം ചേർക്കുമ്പോൾ ഈ മീൻ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. അതിന് ശേഷം അടച്ചു വെച്ച് എണ്ണ തെളിയുന്ന വരെ നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കല്യാണ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇരിക്കും തോറും ഇത് ടേസ്റ്റ് കൂടുന്നൊരു മീൻ കറിയാണ്. ഒരാഴ്ച വരെയൊക്കെ ഇത് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ ഇതുവരെ ഇങ്ങനെ മീൻ കറി ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നമ്മുടെ കല്യാണ വ്ളോഗ് ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം. അതിൽ ഞാൻ പൊടിയാൻറ്റി ഇത് ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പം കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്